പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച ധ്യാനം പ്രസംഗിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയങ്കരനായ കടുപ്പിലച്ച പ്രിയപ്പനാലിച്ച ബഹുമാനപ്പെട്ട മറ്റ് ധ്യാന പ്രസംഗകരെ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾ മാത്രം നമ്മളുടെയും വാർഷിക ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് മിഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വാക്ക് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള വിശദമായ പ്രബോധനം നിങ്ങൾ കേട്ടു. നമ്മൾ ഇടവക ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ, കുടുംബാന്തരീക്ഷത്തിൽ വളരുവാനൊക്കെയുള്ള വലിയൊരു പ്രചോദനമായിട്ട് നമ്മളുടെ ഈ കൂടിവരവിനെ, ഒന്നിച്ചു ചേരലിനെ നമുക്ക് കാണാൻ സാധിക്കണം. ഞാനൊരു ചിന്ത മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ. അത് നമ്മളുടെ ഇടവക കൂട്ടായ്മയെക്കുറിച്ചുള്ള, ആ കൂട്ടായ്മയിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഉള്ള സജീവമായ ഒരു വിശ്വാസം, യഹൂദ സമുദായത്തിൽപ്പെട്ട ഓരോ വ്യക്തിയും പഴയ നിയമത്തിലെ, അതായത് ഹീബ്രു ബൈബിളിലെ ഓരോ അക്ഷരമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ്. നമ്മളുടെ കാര്യത്തിലും അത് തന്നെയാണ്. ദൈവവചനം ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടാണ്. ഓരോ അക്ഷരവും ദൈവത്തിൻ്റെ ഒരംശം നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഭാഷയിലെ അക്ഷരമാല എന്ന് പറയുന്നത് അതിൻ്റെ ഒരക്ഷരം പോലെയാണ് ഓരോ വിശ്വാസിയും. ഒരക്ഷരത്തിന് അതിൽ തന്നെ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും സുറിയാനി ഭാഷയിലുമൊക്കെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമുണ്ട്. പക്ഷേ മലയാള ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിലും ഒരക്ഷരം അതിൽ തന്നെ എടുത്താൽ വലിയ അർത്ഥമില്ല. എന്നാൽ പല അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വാക്ക് രൂപീകരിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. എല്ലാ ഭാഷകളിലും ഓരോ ഭാഷയിലും പല അക്ഷരങ്ങൾ ചേർത്ത് ഒരു വാക്ക് രൂപീകരിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. പല വാക്കുകൾ ചേർത്ത് ഒരു വാക്യം, ഒരു സെൻറ്റൻസ് നമ്മൾ രൂപീകരിക്കുമ്പോൾ കുറേ കൂടെ വിശദമായ അർത്ഥം കിട്ടും. പല വാക്യങ്ങൾ ചേർത്ത് ഒരു പാരഗ്രാഫ് നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും എഴുതി തയ്യാറാക്കുമ്പോൾ നല്ല ഒരു മെസ്സേജ് അത് നൽകും. പല പാരഗ്രാഫുകൾ ചേർത്ത് നമ്മൾ ഒരു ചെറിയ പുസ്തകം എഴുതുമ്പോൾ അതൊരു വലിയ സന്ദേശം നൽകും. എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പുസ്തകമാണെങ്കിലും പല പാരഗ്രാഫുകൾ ചേർന്ന് ഒരു പുസ്തകമാകുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ഓരോ പുസ്തകവും ഓരോ കഥയാണ് പറയുന്നത്. ബൈബിള് ഏറ്റവും വലിയ കഥ, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ കഥ, ചരിത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ അക്ഷരമായിട്ട് മാറി നിൽക്കുമ്പോൾ നമുക്കതിൻ്റെതായ പരിമിതിയുണ്ട്. പല അക്ഷരങ്ങൾ, പല വ്യക്തികൾ ചേർന്ന് ഒരു വീടാകുമ്പോൾ എന്ത് സന്തോഷമാണ്. പല വീടുകൾ ചേർന്ന് ഒരിടവകയാകുമ്പോൾ വലിയ സംതൃപ്തിയാണ്. അനേകം ഇടവകകളുള്ള നമ്മളെപ്പോലുള്ള ഒരു രൂപത എന്ന് പറയുമ്പോൾ വലിയൊരു കഥയാണത്. അത് ബൈബിൾ വായിക്കുന്നത് പോലെ, പഴയ നിയമം വായിക്കുന്നത് പോലെ, പുതിയ നിയമം വായിക്കുന്നത് പോലെയുള്ള കഥയാണ്. ഞാനിത് പറഞ്ഞത് നമുക്ക് കൂടുതൽ അർത്ഥം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് ഇതുപോലെ നമ്മൾ ഒന്നിച്ച് ഇരിക്കുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ എത്രയോ
വലിയ അർത്ഥമുണ്ട് ഈ പള്ളിയിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ. ഇതുപോലുള്ള മാസധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ വാർഷിക ധ്യാനത്തിൻ്റെ ഗ്രാൻഡ് മിഷൻ്റെ ഒക്കെ പ്രത്യേകത അതാണ്. നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. ബൈബിളിൽ നമ്മൾ കനീഷുമാരി കണക്ക് എടുപ്പിനെക്കുറിച്ചും അതിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുക്കുടുംബം യോസേപ്പും മറിയവും ഒക്കെ പോകുന്നതിനെക്കുറിച്ചും നമുക്ക് വായിക്കുന്നുണ്ട്. ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവിടെയും വോട്ടർമാരെ തീരുമാനിക്കാൻ വേണ്ടി കണക്കെടുക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കുമുള്ള പ്രാധാന്യമാണ്. ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തുന്നതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റേതായ പ്രാധാന്യം ഇവിടെ ഉണ്ട്, ഓരോ വ്യക്തിക്കുമുണ്ട്. അതാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും അതിനേക്കാൾ ശക്തമായ രീതിയിൽ നമ്മൾ ഒന്നിച്ച് ആയിരിക്കുമ്പോഴും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിസ്സിംഗ് ലെറ്ററായിട്ട്, ഉപേക്ഷിക്കപ്പെട്ട നഷ്ടപ്പെട്ട ഒരു വെറും വാക്കായിട്ട്, ആരോടും ബന്ധമില്ലാണ്ട്, കുടുംബത്തിൽ കൂട്ടായ്മയില്ലാണ്ട്, ഇടവകയിൽ കൂട്ടായ്മയില്ലാണ്ട് അങ്ങനെ നമ്മൾ ആയിത്തീരരുത്. അങ്ങനെ ഒരു മിസ്സിംഗ് ലെറ്ററായിട്ട് വെറുതെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ഗൗരവതരമായ അർത്ഥമുള്ളതായിട്ട് നമുക്ക് തോന്നുകയുമില്ല. നമ്മളിതുപോലെ ഒരു പുസ്തകം പോലെ, ഒരു കഥ പറയുന്നത് പോലെ, ഒരു വലിയ വെളിപാടിൻ്റെ ചരിത്രം കാത്തു സൂക്ഷിക്കുന്നവരെ പോലെ ആയിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള അർത്ഥം, കൂടുതലായിട്ടുള്ള അർത്ഥാന്തരങ്ങൾ ഒക്കെ നമുക്ക് അതിന് ജീവിതത്തിന് കിട്ടുന്നത്. നമ്മളുടെ ഈ ഗ്രാൻഡ് മിഷൻ കൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, വചനവ്യാഖ്യാനം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊക്കെ കൂടുതലായിട്ടുള്ള ദൈവവചന ബന്ധമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഈ ഓരോ ഇടവകയിലും നമ്മൾ നടത്തുന്ന വാർഷിക ധ്യാനത്തിൻ്റെ ഇതുപോലെ നമ്മൾ ഒന്നിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ ബൈബിളിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എലിയ പ്രവാചകന് കർമ്മലമലയിൽ വലിയ ഒരു പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത് നമ്മളൊക്കെ പലതവണ ഞായറാഴ്ചയുടെ വായനകളിൽ കേട്ടിട്ടുള്ളതാണ്. ബാൽ എന്ന് പറയുന്ന വലിയൊരു നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവങ്ങളുമായിട്ടുള്ള വലിയ ഒരു തർക്കം വന്നു. എലിയ പ്രവാചകനും ബാൽ പക്ഷത്ത് ചേർന്ന 450ഓളം ശരിയായിട്ടുള്ള പ്രബോധനങ്ങൾ കൊടുക്കാത്ത പ്രീച്ചേഴ്സുമായിട്ടുള്ള വലിയ തർക്കമായിരുന്നു. അപ്പോൾ അവർ തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്തി. നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു സാക്രിഫൈസ്, ഒരു ബലിയർപ്പണം നടത്താം. എലിയ പ്രവാചകനും സമ്മതിച്ചു, ബാലിൻ്റെ പക്ഷക്കാരും സമ്മതിച്ചു. അതിൻ്റെ ടെസ്റ്റ് കേസായിട്ട് ആ ബലിയർപ്പണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് രണ്ടുപേരും സമ്മതിച്ച കാര്യം, നമ്മളുടെ ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവം ഇറങ്ങി വന്ന് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ച് അഗ്നി ഇറക്കി അതിനെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഒരു തർക്കവുമില്ലാണ്ട് രണ്ടു കൂട്ടരെ സമ്മതിച്ചു. അങ്ങനെ എലിയായും ഈ മറുപക്ഷക്കാരും ആരാധനാ വസ്തുക്കൾ കൊണ്ടുവന്നു. ബാലിൻ്റെ പക്ഷക്കാർ വലിയ ഒച്ചപ്പാടുകൾ, കോലാഹലങ്ങൾ, ഡാൻസ്, ബഹളമെല്ലാം നടത്തി അവരുടെ ദൈവത്തെ വിളിച്ചു. അവിടെ ഒന്നും സംഭവിച്ചില്ല. അവർ കൊണ്ടുവന്ന ബലിവസ്തുക്കൾ അതുപോലെ തന്നെ ഇരുന്നു. എലിയ പ്രവാചകൻ നിശബ്ദമായ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ സ്വർഗം തുറന്ന് അഗ്നി ഇറങ്ങി എലിയ പ്രവാചകൻ്റെ ആ ബലിവസ്തുവിനെ ദൈവം സ്വീകരിക്കുന്നതാണ്. ഞാനിത് പറഞ്ഞത്, നമ്മളിവിടെ ഒന്നിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മളെ തന്നെ ബലിവസ്തുക്കളായിട്ട് മാറ്റി ദൈവത്തോട് നമ്മെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു പരിശ്രമം നടത്തണം. എലിയ പ്രവാചകന് പിന്നീട് മലമുകളിലേക്ക് പോയി വലിയ കൊടുങ്കാറ്റുണ്ടായി, അവിടെ ദൈവത്തെ കണ്ടില്ല. ഭൂമികുലുക്കമുണ്ടായി, അവിടെ ദൈവത്തെ കണ്ടില്ല. ഇടിമിന്നലുണ്ടായി, അവിടെ ദൈവത്തെ കണ്ടില്ല. എന്നാൽ ഒരു ഇളം കാറ്റ് വന്നപ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ഒരു മന്ദമാരുതൻ ശാന്തമായിട്ട് ഒഴുകിയെത്തിയപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവം കേവലം ഒരു ശക്തി മാത്രമല്ല, ഇടിവെട്ടിക്കുന്ന അല്ലെ ഭൂമി കുലുക്കുന്ന അതല്ലല്ലോ ദൈവം. ദൈവം ഒരു വോയിസാണ് എന്ന് ആധ്യാത്മിക പിതാക്കന്മാർ പറയും. ഒരു പേഴ്സൺ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം ഒരു സ്വരമാണ്. ആ സ്വരം
കേൾക്കാനായിട്ട് നമ്മൾ ലിസൺ ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. വലിയ ഒച്ചപ്പാടുകളുടെ കോലാഹലങ്ങളുടെ നടുവിലാണ് ഇന്ന് ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഒച്ചപ്പാടുകൾ കൊണ്ട്, നമ്മൾ കോലാഹലങ്ങൾ കൊണ്ട് ദൈവത്തെ കേൾക്കാനായിട്ട്, ദൈവത്തിൻ്റെ വോയിസ് പിടികിട്ടാണ്ട് നമ്മൾ കിടന്ന് വിഷമിക്കുകയാണ്. ഈ ധ്യാനാവസരങ്ങളൊക്കെ അതിനുവേണ്ടി കൂടിയാണ്. ദൈവത്തെ കേൾക്കാനായിട്ട് വോയിസ് ഓഫ് ദ ലോർഡ്. വലിയ ഒച്ചപ്പാടുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ പ്രബോധനങ്ങളിലൂടെ എല്ലാം പറയുന്ന ഒരു കാര്യം അതാണ്. കൂടുതലായിട്ട് നമ്മൾ ലിസൺ ചെയ്യണം. വീടുകളിൽ ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മാതാപിതാക്കളും മക്കളെയും വെറുതെ ഹിയർ ചെയ്താൽ, വെറുതെ ഒന്ന് കേട്ടാൽ മാത്രം പോരാ. മലയാള ഭാഷയിൽ വലിയ വ്യത്യാസം കാണുകയില്ല. ഇംഗ്ലീഷിൽ ഹിയറിങ് ആൻഡ് ലിസണിങ് വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ തിടുക്കത്തിൽ എന്തെങ്കിലും ഒന്ന് കേട്ടു, ഞാൻ പിന്നെ പറഞ്ഞോളാം, നാളെ കാണാം, ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഹിയറിംഗ്. ലിസണിങ് എന്ന് പറയുന്നത് നമ്മളോട് പറയാൻ വരുന്ന ആളിനെ നമ്മൾ വളരെ താല്പര്യത്തോടുകൂടി നമ്മൾ ശ്രവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ലിസണിങ്ങിന് വേണ്ടി ക്രൈസ്തവ കുടുംബങ്ങൾ എല്ലാം ശ്രമിക്കണം. അതിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നത് നമ്മൾ മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മളൊരു ഐസൊലേറ്റഡ് ലെറ്റർ അല്ല, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ഒരർത്ഥവും അതിൽ തന്നെ നൽകാത്ത ഒരക്ഷരം മാത്രമല്ല. നമ്മൾ വാക്യമാണ്, പാരഗ്രാഫാണ്, പുസ്തകമാണ്. നമുക്ക് തന്നെ ഒരു കഥയുണ്ട്. ഓരോ വീടിനും ഓരോ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴാണ്. ഒന്നിച്ച് നമ്മൾ നിശബ്ദരായിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരവും നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ കേൾവിയിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. കൂടുതലായിട്ട് നമ്മളുടെ വീടുകളിൽ പരസ്പരം കേൾക്കാനായിട്ട്, ശ്രവിക്കാനായിട്ട്, കണ്ടുമുട്ടാനായിട്ട്, എല്ലാവരുടെയും വോയിസിൻ്റെ, എല്ലാവരുടെയും ആ ശബ്ദം അത് കൂടുമ്പോഴാണ് നമ്മുടെ വീട് ആകുന്നത്. ആ തരത്തിലുള്ള ഒരു പരിഗണന നമുക്ക് കൂടുതലായിട്ട് ഈ കുടുംബ സിനഡ് വർഷങ്ങളിൽ ഉണ്ടാകണം. അതാണ് നമ്മളുടെ ഈ ഗ്രാൻഡ് മിഷൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ നല്ല ക്രൈസ്തവ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണിത്. അത്തരത്തിൽ നമ്മുടെ ഗാർഡിയൻസ് തന്നെയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണ് നമ്മൾ. ആ തരത്തിൽ നമ്മൾ ഹൃദയവിശാലതയോടുകൂടി പരസ്പരം കാണുന്നതിനും വെറും ഒരു അക്ഷരമായിട്ട്, ഒരു പാരഗ്രാഫായിട്ട്, അല്ലെ ഒരു സെൻറ്റൻസായിട്ട് അങ്ങനെ പോകാതെ നമ്മൾ ഓരോരുത്തരും ഓരോ പുസ്തകമായിട്ട്, കഥ പറയുന്ന യാഥാർത്ഥ്യങ്ങളുള്ള ഒരു പുസ്തകമായിട്ട് നമ്മൾ മാറണം. ആരാധനക്രമ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതാണല്ലോ. ഒരു പുസ്തകം ദൈവാരാധനയുടെ സുറിയാനി ഭാഷയിൽ നിന്ന് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു, മലയാളത്തിലേക്ക് നമ്മൾ മൊഴിമാറ്റം നടത്തുന്നു. അത് കേവലം കുറേ വാക്യങ്ങളുടെ ഒരു മൊഴിമാറ്റമല്ല, ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം നമ്മൾ മൊഴിമാറ്റം ചെയ്യുന്നതുമല്ല, ഏതെങ്കിലും ഒരു പുസ്തകം അതേപടി നമ്മൾ വിവർത്തനം ചെയ്യുന്നതുമല്ല. ദൈവശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ഒരു സഭയുടെ മനസ്സാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സുറിയാനി കുർബാന മലയാളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ സുറിയാനി സഭയുടെ മനസ്സ് മുഴുവനുമാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വെറുതെ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുകയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു പുസ്തകം നമുക്ക് നൽകുന്ന ആശയം കേവലം കുറേ ആശയങ്ങളുടെ സമാഹാരം മാത്രമല്ല, അത് വലിയ ചിന്തകളുടെ, വലിയ ഒരു സംസ്കാരത്തിൻ്റെ, പ്രത്യേകിച്ച് ആരാധനക്രമമാകുമ്പോൾ അതൊരു സഭയുടെ മനസ്സ് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത്തരത്തിൽ നമ്മളുടെ കുടുംബജീവിതത്തെ കാണുന്നതിനും നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രാധാന്യമുണ്ടെന്നും അവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നമ്മൾക്ക് ഒരു കഥയുള്ളത്, നമുക്കൊരർത്ഥമുള്ളത്, അല്ലെങ്കിൽ ഒരു ഇടവകയായിട്ട് നമ്മൾ ഇതുപോലെ വരുമ്പോഴാണ് നമുക്ക് കൂട്ടായ്മ, ഒന്നിച്ചു ചേരലുണ്ടാകുന്നത് എന്ന് എല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ബഹുമാനപ്പെട്ട വികാരിച്ചിനെയും ധ്യാന പ്രസംഗത്തിനായിട്ട് എത്തിയിരിക്കുന്ന ടീം അംഗങ്ങളെയും എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അൽഫോൻസാമ്മയോട് പ്രത്യേകം നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.